അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്കിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ. രാമ 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 രാമ. ശ്രീരാഘവം ദശരഥാത്മജം അപ്രമേയം സീതാപതിം രഘുകുലാന്മയ രത്നദീപം ആജാനുബാഹും അരവിന്ദദളായതാക്ഷം രാമം നിശാചര വിനാശകരം നമാമി. കാരുണ്യാമൃതവാരിധിം കരലസൽ കോദണ്ഡബാണോജ്വലം സീതാചിത്തസരോജചാരുമിഹിരം ദൂർവാദളശ്യാമളം ശ്രീമദ്വായുസുതേന ലാളിതപദാംബോജം പരം ദൈവതം ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം വില്വാദ്രിനാഥം ഭജേ. ശ്രീരാമം ഹൃദി സാനുജം ശുഭകരം ശ്രീരാമപുരനാഥം ഭജേ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം വിഭീഷണ പ്രതിഷ്ഠാത്ര സർവാഭരണവർജിത പരമാത്മാ പരബ്രഹ്മ സച്ചിദാനന്ദ വിഗ്രഹ പരഞ്ജ്യോതി പരന്ധാമ പരാകാശ പരാൽപരഃ പരേശ പരാപര സർവദേവാത്മക പര. ഹരേ രാമ
രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. രാമായണ സംസ്കൃതിയിൽ അധ്യാത്മരാമായണം കിഷ്കിന്ധാകാണ്ഡം അവസാന ഭാഗത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹത്തോടുകൂടി അവിടുത്തെ ദിവ്യങ്ങളായ ആ പ്രഭാവങ്ങൾ മുഴുവനും വേണ്ടതുപോലെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തുകൊണ്ട് ഹനുമാൻ സ്വാമി അങ്കുലീയവുമായിട്ട് അതാ തെക്കേ ദിക്കിലേക്ക് വാനര സേനകളോടുകൂടി പുറപ്പെട്ട രംഗം. അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. പലയിടത്തും സീതയെ അന്വേഷിച്ചു. തളർന്ന് പരവശരായി ദാഹവും വിശപ്പും സഹിക്കാൻ കഴിയാത്ത ആ വാനരശ്രേഷ്ഠന്മാർ, മർക്കടവീരന്മാർ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വിശേഷപ്പെട്ട ഗുഹ കാണുന്നു. നല്ല ജലമതിലുണ്ടെന്നു നിർണയമെല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ. അങ്ങനെ ഇരുട്ടുള്ള ആ ഗുഹയിലേക്ക് കടന്നു. കുറച്ചിങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും ദിവ്യപ്രഭാവം, ഒരു പ്രകാശമാനമായ ആ പുണ്യമായ ഒരു സങ്കേതത്തിലേക്കാണ് എത്തിയത്. മാനസമോഹനമായ ഒരു ദിവ്യസ്ഥലമാണത്. മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരെ ചിത്രാകൃതി കൊണ്ടു കണ്ടാരൊരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി പാവകജ്വാലാസമാഭകലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു. അവിടെ ഒരു യോഗിനിയെ കാണുന്നു. അവർ വിന്ധ്യാപർവ്വതത്തിലാണ് എത്തിച്ചേർന്നത്. ഹനുമാന്റെ നേതൃത്വം മാത്രമാണ് ഇങ്ങനെ പിടിച്ചു നിന്നത്, മടങ്ങാൻ തയ്യാറാകാതെ സീതാന്വേഷണം നടത്തിയത്. സീതയെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋഷിബിലം എന്ന ആ ഗുഹ കണ്ടെത്തിയത്. ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ പ്രകാശം കണ്ടു. പണ്ട് അസുരശില്പിയായ മയൻ താമസിച്ചിരുന്ന ആ പ്രസിദ്ധമായ ഗുഹ. അവിടെ താപസിയാണ് സ്വയംപ്രഭ. അങ്ങനെ ഇരിക്കുകയാണ്. തൻ്റെ പൂർവ്വചരിത്രം സ്വയംപ്രഭ പറഞ്ഞുകൊടുത്തു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുചരന്മാരെ അനുഗ്രഹിച്ച് യാത്രയാക്കുന്ന രംഗം. അവർ ശ്രീരാമചന്ദ്രസ്വാമിയുടെ സമീപത്തെത്തി ഭഗവത്പാദത്തിൽ വീണ് അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദിവ്യപ്രഭാവം അകത്തും പുറത്തും നിറഞ്ഞിരിക്കുന്നവനാണ് അവിടുന്ന്. എങ്കിലും ആർക്കും കാണാനാവാത്തവൻ. അകത്തും നിറഞ്ഞിരിക്കുന്നു, പുറത്തും നിറഞ്ഞിരിക്കുന്നു, എങ്കിലും ആർക്കും കാണാൻ സാധിക്കുന്നില്ല. കാരണം മായയാകുന്ന തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് ലീലകളാടുന്നവനാണ് സർവേശ്വരനായ ഭഗവാൻ. ആ മായയെ നീക്കാൻ ഈശ്വരൻ്റെ ഗുണഗണങ്ങളും നാമങ്ങളും കീർത്തനങ്ങളും കൊണ്ട് സാധിക്കും. അല്ലയോ ഭഗവാനെ, ഭക്തന്മാർക്ക് ഭക്തിയോഗം കൊണ്ട് വളരെ എളുപ്പത്തിൽ, യോഗീശ്വരന്മാർക്ക് വളരെ പ്രയാസമായിട്ടുള്ളത്, അനേകം കാലത്തെ തപസ് ചെയ്ത് യോഗീശ്വരന്മാർ അല്ലയോ ശ്രീരാമചന്ദ്രസ്വാമി അവിടുത്തെ പാദപത്മത്തെ ഹൃദയത്തിൽ കാണണേ എന്ന് കൊതിക്കുന്നു. അങ്ങനെ കൊതിക്കുന്ന ആ പാദം
നേരിട്ട് കാണാനുള്ള മഹാഭാഗ്യം അടിയനുണ്ടായത് വളരെയധികം പുണ്യം ചെയ്തത് കൊണ്ട് മാത്രം, ഏതോ ജന്മജന്മാന്തരങ്ങളിലുള്ള പുണ്യം കൊണ്ട് മാത്രം എന്ന് പറഞ്ഞ് സ്തുതിക്കുന്ന രംഗം സ്വയംപ്രഭയുടെ സ്തുതി, സന്മാർഗ ദർശനം, വേദാന്ത ദർശനം ഒക്കെ തന്നെയാണ് ഇതിലൂടെ കാണുന്നത്. രാമനാമം ജപിക്കാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ ആളുകളൊന്നും രാമനാമം വേണ്ടതുപോലെ ജപിക്കുന്നില്ല. നമ്മളെ ശുദ്ധീകരിക്കാൻ രാമനാമത്തിന് വലിയൊരു കഴിവുണ്ട്. അതുകൊണ്ടാണ് സന്ധ്യാസമയത്തൊക്കെ കുടുംബത്തിൽ കുറച്ച് സമയമെങ്കിലും രാമനാമം ജപിക്കണമെന്ന് പറയാൻ കാരണം. രാമ രാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. ഭഗവത് കഥകളും കീർത്തനങ്ങളും നാമങ്ങളും മധുരമധുരങ്ങളായിട്ടുള്ള നാമങ്ങളും ഭഗവാനെ അടിയന് കേൾക്കാൻ ഇടവരണേ. ഭഗവത് കഥകൾ കേൾക്കുന്നതിലൂടെ എളുപ്പത്തിൽ മനസ്സ് നന്മയിലേക്ക് എത്തുന്നു, തിന്മയെ വെടിയുന്നു. ഭവന്തിഹൃ കർണരസായനാഗഥ. ഭാഗവതത്തിൽ നമുക്ക് വേദവ്യാസ മഹർഷിയൊക്കെ ഉപദേശിച്ചിരുന്ന ഭാവത്തിൽ ഹൃദയത്തിനും കർണത്തിനും ആനന്ദകരമാകുന്ന കഥകൾ കേൾക്കാൻ നമുക്ക് ഇടവരണം. അത് മനുഷ്യജന്മത്തിലേ സാധിക്കുള്ളൂ. പട്ടിക്കോ പൂച്ചയ്ക്കോ മറ്റ് ജീവജാലങ്ങൾക്കോ ഒന്നും സാധിക്കാത്ത മഹാഭാഗ്യമാണ് മിണ്ടുന്ന നാവും നിവർന്ന ദേഹവും വിശേഷബുദ്ധിയുള്ള ഈ മനുഷ്യജന്മത്തിൽ നമുക്ക് കിട്ടുന്നത്. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി നൂനം ഭവാർണവത്തെ കടന്നിടുവൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. അനേകം സ്തോത്രങ്ങൾ ജപിച്ച് സ്തുതിച്ച് നമസ്കരിച്ചു. വീണ്ടും ഹനുമാദികൾ സീതാന്വേഷണം നടത്തി അങ്ങനെ തെക്കോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യാതൊരു വിവരവുമില്ല. എല്ലാവരും ദുഃഖത്തോടെ മഹേന്ദ്രപർവ്വത താഴ്വാരത്തിൽ എത്തി. ആ തെക്കേ സമുദ്രക്കരയിലിരിക്കുന്നു. മരണദീക്ഷയാണ്, തിരിച്ചു പോകില്ല. മരണം വരെ ജലപാനമില്ലാതെ ഉപവാസവുമായിട്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടും എന്നുള്ള ആ ഒരു രംഗത്തെത്തുന്നു. പിന്നീട് സമ്പാദിയെ കാണുന്ന രംഗവും അവിടെ സമ്പാദിയുമായിട്ട് സംഭാഷണം ചെയ്യുന്ന രംഗവും, അങ്ങനെയാണ് സീതയെക്കുറിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയ വിവരങ്ങളൊക്കെ അറിയുന്നത്. അങ്ങനെയാണ് ഹനുമാൻ സ്വാമിയെ പ്രേരിപ്പിച്ച് ഹനുമാൻ സ്വാമി ഇതാ ലങ്കയിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന രംഗം അടുത്ത കാണ്ഡത്തിലൂടെ നമുക്ക് വിശദമായിട്ട് അനുസ്മരിക്കാൻ സാധിക്കുന്ന ഭാഗത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇന്ന് വിശേഷപ്പെട്ട ആ സ്വയംപ്രഭയുടെ സംഭാഷണവും സ്വയംപ്രഭ സ്തുതിക്കുന്നതുമായിട്ടുള്ള രംഗം അനുസ്മരിക്കാം. രാമ 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 രാമ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ചസംയുതം നത്വാ മുഹുർ സ്തുത്വാ ബഹുവിധം ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ
സാമ്യമില്ലാത ജഗൽപദേ ശ്രീപദേ. ഞാനനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപദേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി. വേദ്യനല്ലാരാലുമേ ഭവൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറയും സുഹൃതിനാം രൂപം തവേദം സദാ ഭാതു മാനസേ. താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം. ജന്മമരണ ഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും മിത്രാർത്ഥ വിഭൂതി കൊണ്ട് എത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണം ഈശാനം ആദിമധ്യാന്തവിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിഡംബനം ദേവ തേ ചേഷ്ടിതം. ചിത്തേ നിരൂപിക്കിൽ എന്തറിയാവതും. തുന്മായയാ
പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാൻ അവസ്ഥാന്തരേ. ദേവദിവ്യൻ മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായാവിഡംബനം. നിർണയം കൽമഷഹീന കരുണാനിധേ പ്രഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും ത്വൽകഥാപീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ, മറ്റും ചിലരിക ചൊല്ലുന്നിതു ഭുവി. കോസലഭൂപതി തന്നെ ഘോരതപോബല സിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടിഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. യാതൊരുത്തൻ തൊൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുവൻ കാണാമവനു നിൻ പാദഭംഗേരുഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം. സുഗ്രീവമുഖ്യ കവികുലസേവിതം അഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ. രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. രാമ 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 രാമ. ഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം ത്വൽപാദ ഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴും ഉണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകഥാ സംഭവിച്ചിടായിക മനസ്സേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. ഇങ്ങനെ കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് അതിവിശേഷപ്പെട്ട സ്തോത്രങ്ങളെ കൊണ്ട് സ്തുതിച്ച് വീണു നമസ്കരിച്ച് ശ്രീരാമപാദത്തിൽ വേണ്ടതുപോലെ സർവവും സമർപ്പിച്ച് ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം നേടി. അങ്ങനെ ആ അനുഗ്രഹത്തോടുകൂടി ബദരി ആശ്രമത്തിലേക്ക് പോകുന്ന സ്വയംപ്രഭ എന്ന താപസിയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടിയതാണ്. ഹനുമാദികൾക്ക് ആ അനുഗ്രഹം നേരത്തെ കിട്ടിയതാണ്. അങ്ങനെയുള്ള താപസശ്രേഷ്ഠയായ സ്വയംപ്രഭയുടെ ചരിതവും ഇനി സമ്പാദിയെ കാണുന്നതും സമ്പാദി വാക്യവും ഹനുമാൻ സ്വാമിയെ ലങ്കയിലേക്ക് എത്തിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതുമായ രംഗങ്ങളൊക്കെയാണ് തുടർന്നുള്ള കഥാഭാഗങ്ങളിലൂടെ നമ്മൾ അനുസ്മരിക്കുന്നത്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ചരണനദജനഭരണ തവ കഥകളിന്നു ഞാൻ ചെറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയൊടു പൊറുത്തുമാം ത്വൽഭക്തനാകാൻ
അനുഗ്രഹിക്കണമേ രാമ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാഥാതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ കൃഷ്ണ കാരുണ്യസിന്ധോ കൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. അധ്യാത്മരാമായണമിതമെത്രയുമത്യുത്തമോത്തമം മൃത്യുഞ്ജയ പ്രോക്തം അധ്യയനം ചെയ്യിൽ മർത്യനജന്മനാ മുക്തി സിദ്ധിക്കുമതിനില്ല സംശയം. മൈത്രീകരം ധനധാന്യവൃദ്ധിപ്രദം ശത്രുവിനാശനമാരോഗ്യവർദ്ധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്ത്യാ പഠിക്കിലും ചൊൽകിലും തൽക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാ